പ്രിയപ്പെട്ട കുട്ടികളെ, അടുത്തതായി നമ്മുടെ ആക്ടിവിറ്റി 2 രണ്ടാമത്തെ പ്രവർത്തനമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡ് അല്ലെങ്കിൽ ആശംസാ കാർഡ് തയ്യാറാക്കലാണ് രണ്ടാമത്തെ ആക്ടിവിറ്റി. മാതൃദിനാഘോഷത്തോടനുബന്ധിച്ച് ചടങ്ങിൽ പങ്കെടുക്കാനെത്തുന്ന അമ്മമാർക്ക് നൽകാനായി ഒരു മദേഴ്സ് ഡേ കാർഡ് ക്രിയേറ്റ് ചെയ്യലാണ്, മാതൃദിന ആശംസാ കാർഡ് നിർമ്മിക്കലാണ് നമ്മുടെ അടുത്ത ആക്ടിവിറ്റി. എങ്ങനെയാണ് അത് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ലിബ്രെ ഓഫീസ് റൈറ്റർ ഓപ്പൺ ചെയ്യുന്നു. ആപ്ലിക്കേഷൻ, ഓഫീസ്, ലിബ്രെ ഓഫീസ് റൈറ്റർ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ഫ്രെയിം ഉണ്ടാക്കുക ചെയ്യുന്നത്. നമ്മൾ ഒരു ഫ്രെയിം ഉണ്ടാക്കുമ്പോൾ നമ്മൾക്ക് അതിനുള്ളിൽ ഉൾക്കൊള്ളാവുന്ന വിധത്തിൽ ഒരു ഫ്രെയിമാണ് നമ്മൾ ചെയ്യുന്നത്. മാറ്റർ അതിനുള്ളിൽ ഉൾക്കൊള്ളണം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മളൊരു ഫ്രെയിം ഉണ്ടാക്കുകയാണ്. ഇൻസേർട്ടിൽ ക്ലിക്ക് ചെയ്യുക. എങ്ങനെയാണ് ഫ്രെയിം ഉണ്ടാക്കുക എന്നാണ് പഠിപ്പിക്കുന്നത്. ഇൻസേർട്ട് ക്ലിക്ക് ചെയ്യുക. ഇൻസേർട്ടിൽ ഇവിടെ ഫ്രെയിം ഉണ്ട്, ശ്രദ്ധിക്കുക. ഇൻസേർട്ട് ഫ്രെയിമിൽ ഒന്നും കൂടി ഫ്രെയിം ക്ലിക്ക് ചെയ്യുക. ഒരിക്കൽ കൂടി പറയാം, ഇൻസേർട്ട് ഫ്രെയിം. ഈ ഫ്രെയിം ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു സ്ക്രീൻ വരും. ഇതിൽ വിഡ്ത്ത് നമുക്കിവിടെ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ടീച്ചർ ഇവിടെ ഒരു 15 കൊടുത്തു. നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഹൈറ്റ് നമുക്ക് ഇതുപോലെ തന്നെ ഒരു 12 കൊടുത്തു, അല്ലെങ്കിൽ 10 കൊടുത്തു. ഇങ്ങനെ കൊടുത്ത് നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഇങ്ങനെ കൊടുത്തിട്ട് ഓക്കെ കൊടുക്കാം. ഓക്കെ കൊടുക്കുമ്പോൾ ഇതുപോലൊരു ഷേപ്പ്, ഒരു സ്ക്വയർ, ഒരു ചതുരം വന്നു. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി കാണിച്ചു തരാം. ഇത് ഡിലീറ്റ് ചെയ്തു. ഇനി നോക്കാം, ഒന്നും കൂടി കാണിച്ചു തരാം. ഇൻസേർട്ട് എടുത്തു, അതിൽ ഫ്രെയിം എടുത്തു. ഫ്രെയിമിൽ ഒന്നും കൂടി ക്ലിക്ക് ചെയ്തു. ഇവിടെ നമ്മൾ ഫ്രെയിം കൊടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ടീച്ചർ ഇവിടെ ഒരു 10 കൊടുത്തു. ഇവിടെ ഒരു 8 കൊടുത്തു. 10ഉം 8ഉമായിട്ട് കൊടുത്തു. നമുക്ക് അത് എത്ര വേണമെങ്കിലും കൂട്ടി കുറയ്ക്കൊക്കെ ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു എക്സാമ്പിളായിട്ട് ഇങ്ങനെ കൊടുത്തു. ഇനി നിങ്ങൾക്ക് തോന്നുകയാണ് ഇങ്ങനെ കൊടുത്തപ്പോൾ ഇത് കുറഞ്ഞു പോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കോർണറിൽ വരുമ്പോൾ ഇങ്ങനെ മൗസിൻ്റെ പോയിൻ്റർ ഇങ്ങനെ ഒരു ആരോ ഷേപ്പ് വരും. ഈ കോർണറിൽ പിടിച്ച് നമ്മളിങ്ങനെ വലിച്ചാൽ ഇത് ഒരേപോലെ ഈക്വലായിട്ട് ഇങ്ങോട്ട് നീങ്ങി വരും. സ്ക്വയറിന് വലിപ്പം കൂട്ടാം ഫ്രെയിമിൻ്റെ. അല്ല, ഹൈറ്റാണ് കൂട്ടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഹൈറ്റ് കൂട്ടാം. വിഡ്ത്ത് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഡബിൾ സൈഡ് ആരോ ആയിട്ട് മൗസിൻ്റെ ഷേപ്പ് മാറുമ്പോൾ നമുക്ക് ഇങ്ങനെ കൂട്ടാം. ഇനി ഒരുമിച്ച് ഒരേപോലെ ഇതിൻ്റെ ഇത് കൂടണം എന്നുണ്ടെങ്കിൽ ഈ കോർണറിൽ പിടിച്ച് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒരേപോലെ ഹൈറ്റും വിഡ്ത്തും ഒരുപോലെ വരും. ഇനി ഇതിലാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ടീച്ചർ ഒരു കാര്യം പറയട്ടെ. ഇന്നാൾ ടീച്ചർ ഒരു ദിവസം മലയാളം ടൈപ്പിങ്ങിൻ്റെ ആദ്യത്തെ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് മലയാളം ടൈപ്പിങ് ചെയ്യാന്നുള്ളത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇതിവിടെ നിങ്ങൾക്ക് ഇതാണ് ഡെസ്ക്ടോപ്പ്. ഡെസ്ക്ടോപ്പിൽ ഇവിടെ ഈ കാണുന്നതാണ് കീബോർഡ് ഇൻഡിക്കേറ്റർ. ഇവിടെ ഇംഗ്ലീഷാണ് സാധാരണ കിടക്കുക. ഇംഗ്ലീഷ് എന്നുള്ളത് ഇവിടെ മൗസ് കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്തിട്ട് മലയാളം ഇതിൻ്റെ ബ്രാക്കറ്റിൽ കണ്ടോ, എൻഹാൻസ്ഡ് ഇൻസ്ക്രിപ്റ്റ് വിത്ത് റുപ്പി. മലയാളം എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കീബോർഡ് ഇൻഡിക്കേറ്റർ ML മലയാളം എന്നായിട്ട് കിടക്കുന്നത് കാണാം. ഇനി നമ്മൾ ടൈപ്പ് ചെയ്യുന്നതൊക്കെ മലയാളം ലെറ്റേഴ്സാണ് വരിക. അപ്പോൾ ഇവിടെ മൗസിൻ്റെ കേഴ്സർ ക്ലിക്ക് ചെയ്യുക.
കേഴ്സർ ക്ലിക്ക് ചെയ്തിട്ട് ഇനി ടൈപ്പ് ചെയ്യുന്നതൊക്കെ മലയാളത്തിലാണ് വരിക. അപ്പോൾ ടീച്ചർ മാറ്റർ ടൈപ്പ് ചെയ്യാൻ തുടങ്ങാണ്. അക്ഷരങ്ങളൊക്കെ എല്ലാവരും പഠിച്ചു എന്ന് വിചാരിക്കുന്നു. പ്രിയപ്പെട്ട അമ്മയ്ക്ക് മലയാളത്തിലാണ് ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ എന്നടിക്കണമെങ്കിൽ എച്ച് അടിക്കണം എന്ന് പറയാം. എച്ച് അടിക്കണമെങ്കിൽ വെറുതെ ഷിഫ്റ്റ് ഇല്ലാതെ പാടിക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ടീച്ചർ ആദ്യം തന്നെ ഇവിടെ ഫോണ്ട് കുറച്ച് സൈസ് കൂട്ടിയിടുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടാവും. പ്രിയപ്പെട്ട പ ഡി എന്നുള്ളത് കൊടുക്കണം, ഈ ചിഹ്നങ്ങൾ വരണമെങ്കിൽ. ര പ്രിയപ്പെട്ട അമ്മയ്ക്ക്. പ്രിയപ്പെട്ട അമ്മയ്ക്ക്. എനിക്ക് വേണ്ടി. എല്ലാവർക്കും സ്വന്തം അമ്മമാർ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. നിങ്ങൾക്ക് വേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്നവരാണ് അമ്മമാർ. അപ്പോൾ നമ്മൾ അവരെ വളരെ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സ്നേഹമായിരിക്കും നിങ്ങളുടെ അമ്മോടെന്ന് എനിക്കറിയാം. നമ്മൾ നല്ല അവരെ സന്തോഷിപ്പിക്കുന്ന വിധത്തിൽ നല്ലൊരു ഇൻവിറ്റേഷൻ കാർഡാണ് തയ്യാറാക്കുന്നത്. പ്രിയപ്പെട്ട അമ്മയ്ക്ക്. എനിക്ക് വേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്ന എൻ്റെ അമ്മയ്ക്ക്. എൻ എന്നുള്ള ചില്ലക്ഷരം കിട്ടാനായിട്ട് ഷിഫ്റ്റും വിയും കൂടി പ്രസ് ചെയ്ത എൻ. എൻ്റെ. അത് കഴിഞ്ഞിട്ട് ഡി അടിക്കണം, കണക്ട് ചെയ്യാനായിട്ട് ലിങ്ക് എന്നറിയും. എൻ്റെ അമ്മയ്ക്ക് മാതൃദിനാശംസകൾ. എൾ എന്നടിക്കാൻ ഷിഫ്റ്റും സ്റ്റാറും കൂടി അടിച്ചാൽ മാതൃദിനാശംസകൾ. ഒത്തിരി സ്നേഹത്തോടെ നമ്മൾ ഇത് അവസാനിപ്പിക്കുമ്പോൾ ഒരു ഇതുണ്ടല്ലോ, അപ്പോൾ ടീച്ചർ അടിക്കുകയാണ്. ഒത്തിരി സ്നേഹത്തോടെ അമ്മയുടെ സ്വന്തം ഒരു പേര് ടീച്ചർ കൊടുക്കുകയാണ്. അപ്പോസ്ന്ന് കൊടുത്തു. ഇനി ഇത് നമ്മൾ ഫോർമാറ്റ് ചെയ്യണം. അപ്പോൾ പ്രിയപ്പെട്ട അമ്മയ്ക്ക് പല ഫോണ്ടുകളും ഉണ്ട് മലയാളത്തിൻ്റെ. അപ്പം നമ്മളിത് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തിട്ട് ഈ ഫോണ്ട് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് നമ്മളതിൽ ഈ മലയാള ലിപിയായിട്ട് ചിലങ്ക ഇങ്ങനെ കൊടുത്തു. മാതൃദിനാശംസകൾ എന്നുള്ളതെടുത്ത് അത് നമ്മളിവിടെ വേറെ ഈ ഹെഡിങ്ങൊക്കെ കൊടുക്കാൻ ദ്യുതി നല്ല ഇങ്ങനെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഇത് കളറൊക്കെ കൊടുക്കാം. പ്രിയപ്പെട്ട അമ്മയ്ക്ക് ഇതിങ്ങനെ എടുത്തു. അതിൻ്റെ കളറ് ബോൾഡാക്കി ഫോണ്ട് സൈസ് കുറച്ച് കൂടുതൽ കൊടുത്തു. ലൈൻ സ്പേസിങ് ഒന്ന് കൂട്ടിക്കൊടുത്തു. ഇതിവിടെ ഒരു ഭംഗിയാക്കാൻ വേണമെങ്കിൽ നമുക്ക്
കറക്റ്റ് അലൈൻമെൻറ്റിനായിട്ട് നിൽക്കട്ടെ. കഷ്ടപ്പെടുന്ന എൻ്റെ അമ്മയ്ക്ക് മാതൃദിനാശംസകൾ എന്നുള്ളത് കുറച്ച് വലുതാക്കി, അതാണല്ലോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് സെൻറ്ററാക്കി ഫോണ്ട് കുറേ കൂട്ടി കൊടുത്തു. മാതൃദിനാശംസകൾ. മാതൃദിനാശംസകൾ. എന്നിട്ട് ഇവിടെ നമ്മൾ എന്താണ് ഒത്തിരി സ്നേഹത്തോടെ അമ്മയുടെ സ്വന്തം അപ്പൂസ് ഇതും ഇത്തിരി കൂട്ടിക്കൊടുത്തു, 1.5 ആക്കി. അപ്പോൾ ഒരു ഭംഗിയായി. കളറ് വേണമെങ്കിൽ നമുക്കിത് മാറ്റി കൊടുക്കാം, ബോൾഡാക്കി. കളർ വേണമെങ്കിൽ വേറെ കൊടുക്കാം. കൊടുത്തു. ഇനി നമ്മൾ ഈ ഒരു പിക്ചർ ഇതിലിടണത് വളരെ ഭംഗിയായിരിക്കും. അപ്പം നമ്മൾ ഇതിന് മുമ്പ് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം. ഈ ഇതിൽ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാൻ ഇതിവിടെ ക്ലിക്ക് ചെയ്താൽ ബാക്ക്ഗ്രൗണ്ട് കളറായി. കളറ് നല്ല അടിപൊളി കളറാവാൻ നോക്കാം, ഏതാ ഭംഗി കിട്ടാന്ന്. ഈ കളർ കൊടുത്തു. ഇത് ഈ ഫോണ്ട് ഇതിൽ കാണില്ല, അപ്പം നമ്മൾ അതിന് വേറൊരു കളർ കൊടുക്കുക, ഫോണ്ട് കളറ്. കളർ കൊടുത്തു. ഇനി ഇവിടെ മാതൃദിനാശംസകൾ കൊടുക്കുമ്പോൾ ഒരു പിക്ചർ കൊടുത്താൽ നന്നായിരിക്കും. അപ്പോൾ അതിനായിട്ട് നമ്മൾ എങ്ങനെയാണ് ഇമേജ് എടുക്കാമെന്ന് നോക്കാം. ഇത് ഷോർട്ട് കട്ടാണ്, ഇൻസേർട്ട് ഇമേജ്. ഈ ചിത്രം ടൂൾ ബാറിൽ ഇത് നോക്കാം, ഇൻസേർട്ട് ഇമേജ് ഇങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ ഇൻസേർട്ട് ക്ലിക്ക് ചെയ്യാം, ഇൻസേർട്ടിൽ ഇമേജ് എടുക്കാം. 2 മെത്തേഡ് ഉണ്ട്. നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ടീച്ചർ ഇത് കാണിച്ചു തരാം. ഇത് ഡയറക്റ്റ് ഇതിൽ നിന്ന് എടുക്കാം, ഇൻസേർട്ട് ഇമേജ് എടുക്കാം. ഇതിൽ നമ്മൾ ടീച്ചർ ഇപ്പോൾ ഇവിടെ നിന്ന് എടുക്കുന്ന ഒരു പിക്ചർ, ഇതിൽ ഒരു പിക്ചർ സെലക്ട് ചെയ്തു, ഓപ്പൺ കൊടുത്തു. ഇപ്പം ഇത് ഞാൻ ഇത് ചെറുതാക്കണമല്ലോ, ഇതിൽ കൊള്ളാൻ പാകത്തിൽ ചെറുതാക്കണം. അപ്പോൾ ഇത് കോർണറിൽ പിടിച്ചിങ്ങനെ എടുക്കുകയാണെങ്കിൽ അത് ചെറുതായി വരും. മാറ്ററിൽ കൊള്ളണം. നമ്മുടെ പ്രിയപ്പെട്ട അമ്മയ്ക്ക് എനിക്ക് വേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്ന എൻ്റെ അമ്മയ്ക്ക് മാതൃദിനാശംസകൾ. അപ്പോൾ ഇതിൽ കൊണ്ടു, മാറ്റർ കൊണ്ടു. ഇത് കുറച്ചും കൂടി വേണമെങ്കിൽ വലിപ്പം കൂട്ടാം. ഇതിങ്ങോട്ട് കയറ്റി വെച്ചു, കൊടുത്തു. ഈ കളർ വേണമെങ്കിൽ ഒന്ന് മാറ്റി കൊടുക്കാം. ഇത് മാത്രം സെലക്ട് ചെയ്തിട്ട് അതിനൊരു നല്ല കളറ് കൊടുക്കാനായിട്ട് നല്ലൊരു കളർ എടുത്തു. നമുക്ക് നോക്കാം ഈ കളർ എങ്ങനെ ഇരിക്കും എന്നുള്ളത്. മാതൃദിനാശംസകൾ.
മാതൃദിനാശംസകൾ. ഇങ്ങനെയാണ് നമ്മൾ ഒരു ഇത് ചെയ്യുന്നത്. വേണമെങ്കിൽ കുറച്ചും കൂടി കയ്യിൻ്റെ ചിഹ്നം വരുമ്പോൾ നമുക്കത് ഇങ്ങനെ ഇതാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആശംസ കാർഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് വേണമെങ്കിൽ ഇതിന് ബോർഡർ ഇതിന് ഇത് കൊടുക്കാം, ലൈൻ കളറ്. നല്ലൊരു കളർ കൊടുക്കാം. ഇനി കളർ കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പം ഇത്രയും മാറ്റർ ഉണ്ട്. ആശംസ കാർഡ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മളിത് സേവ് ചെയ്യാൻ അറിയാം, നിങ്ങൾക്കറിയാം. ഫയൽ എടുക്കുക, സേവ് കൊടുക്കുക, അല്ലെങ്കിൽ Ctrl+S കൊടുക്കാം. അങ്ങനെ 2-3 മെത്തേഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഹാപ്പി മദേഴ്സ് ഡേ എന്ന് ടൈപ്പ് ചെയ്യാം നമുക്ക്. അപ്പോൾ അല്ലെങ്കിൽ മാതൃദിനാശംസകൾ മലയാളത്തിൽ തന്നെ കൊടുക്കാം. മാതൃദിനാശംസകൾ. മാതൃദിനാശംസകൾ. എന്നിട്ട് നമ്മളത് സേവ് കൊടുക്കാം. ഇപ്പം ഇവിടെ പേര് വന്നു മാതൃദിനാശംസകൾ എന്ന്. നമ്മളിനി ഇത് ക്ലോസ് ചെയ്യാണ്. ക്ലോസ് ചെയ്തിട്ട് നമ്മളിത് നമ്മുടെ വർക്ക് ചെയ്ത് കഴിഞ്ഞു, ക്ലോസ് ചെയ്തു. ഇനി ഈ ഫയൽ എവിടെ നിന്ന് ഓപ്പൺ ചെയ്യാന്ന് വെച്ചാൽ ഡയറക്റ്റായിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യാം. അതായത് പ്ലേസസ് എടുക്കാം, ഡോക്യുമെൻറ്റ്സ് എടുക്കാം. ഡോക്യുമെൻറ്റ്സിൽ നോക്കുമ്പോൾ മാതൃദിനാശംസകൾ ഇതെടുത്തു. ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ വന്നു, നമ്മുടെ ഫയൽ ഇവിടെ ഓപ്പണായി. പ്രിയപ്പെട്ട അമ്മയ്ക്ക് കണ്ടു, ഈ ഫയൽ ഇപ്പോൾ ഇവിടെ ഓപ്പണായി. അപ്പോൾ അല്ലെങ്കിൽ വേറൊരു മെത്തേഡ്, അതായത് ഡെസ്ക്ടോപ്പിൽ നിന്ന് ഓപ്പൺ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മളിതുപോലെ ആപ്ലിക്കേഷൻസിൽ ഓഫീസ്, ലിബ്രെ ഓഫീസ് റൈറ്റർ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഫയൽ എടുക്കുക. ഫയലിൽ ഓപ്പൺ എടുക്കുക. ഇതിവിടെ കണ്ടു, ഇതിൽ മാതൃദിനാശംസകളുണ്ട്, ഓപ്പൺ. അപ്പോഴും നമുക്ക് ഈ ഫയൽ ഓപ്പൺ ചെയ്യാം. അപ്പോൾ 2 മെത്തേഡ് ഞാൻ പറഞ്ഞു. ഒന്നുകിൽ ഡെസ്ക്ടോപ്പിൽ ഡയറക്റ്റായിട്ട് പ്ലേസസ് എടുത്തിട്ട് അതിൽ ഡോക്യുമെൻറ്റ്സിൽ നിന്ന് നമ്മുടെ ഫയൽ സെലക്ട് ചെയ്യാം, ഓപ്പൺ ചെയ്യാം. അല്ലെങ്കിൽ ലിബ്രെ ഓഫീസ് റൈറ്റർ ഓപ്പൺ ചെയ്ത് നെക്സ്റ്റ് ക്ലാസ് വരുമ്പോൾ നിങ്ങൾ റൈറ്റർ ഓപ്പൺ ചെയ്യുക, ഫയൽ ഓപ്പൺ, എന്നിട്ട് ഫയൽ നെയിം ക്ലിക്ക് ചെയ്ത് ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഫയൽ ഓപ്പൺ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇനി ഇത് നമ്മളിപ്പോൾ സ്കൂളിലാണെങ്കിൽ ഇത് നമുക്ക് കയ്യിൽ കിട്ടണമെന്ന് വിചാരിക്കുക. കയ്യിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ പ്രിൻ്റ് എടുക്കണം അല്ലേ? കമ്പ്യൂട്ടറിൽ കാണുന്ന മാറ്റർ നമുക്ക് കയ്യിൽ കിട്ടണമെങ്കിൽ, അതിൻ്റെ ഹാർഡ് കോപ്പി കിട്ടണമെങ്കിൽ പ്രിൻ്റ് എടുക്കണം. എങ്ങനെയാണ് പ്രിൻ്റ് എടുക്കുക? ഫയൽ ക്ലിക്ക് ചെയ്യുക, ഫയലിൽ പ്രിൻ്റ് എടുക്കുക. പ്രിൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് പ്രിൻ്റർ കണക്റ്റ് ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് പേപ്പർ വെച്ച് പ്രിൻ്റ് എടുക്കാം. ഇപ്പോൾ നമുക്ക് പ്രിൻ്റർ ഇതിൽ കണക്റ്റഡ് അല്ലാത്തതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും പ്രിൻ്റ് വരാമെന്നുണ്ടെങ്കിൽ പ്രിൻ്റ് പ്രിവ്യൂ എടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ A4 പേപ്പർ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൽ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ പ്രിൻ്റ് വരിക. ഓക്കെ, അപ്പോൾ ടീച്ചർ പറഞ്ഞു തന്ന ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് എല്ലാം കഴിയുമ്പോൾ നമ്മളിവിടെ ക്ലോസ് ചെയ്തു, ഫയൽ ക്ലോസ് ചെയ്തു, സ്ക്രീനിലേക്ക് വന്നു. അത് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഇതെടുക്കുക, ഇവിടെ ഷട്ട് ഡൗൺ കൊടുത്താൽ ഷട്ട് ഡൗൺ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ടീച്ചർ വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഇത്രയും ഇത് മനസ്സിലാക്കി വയ്ക്കുക. അതിൻ്റെ നോട്ട്സ് എഴുതിയെടുക്കാനുണ്ട്, ടെക്സ്റ്റ് നല്ല പോലെ വായിക്കുക. അതിനുശേഷം ടീച്ചർ എന്തായാലും ഇതിൻ്റെ ഒപ്പം തന്നെ നോട്ട്സ് അയക്കുന്നുണ്ട്, അതൊക്കെ എഴുതിയെടുക്കുക. ഓക്കെ.
താങ്ക് യു.